ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ പോകാൻ വേണ്ടി പൊന്നമ്മയോട് വരാൻ പറഞ്ഞു. അമ്പിളി വന്നു. അന്ന് ചുമ്മാ എൻ്റെ അമ്മയൊന്ന് ചോദിച്ചത് അമ്പിളി ചായ കുടിക്കുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും കയറിയിരുന്നു ചായയും. അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ അലമാരിയിൽ പോയിട്ട് സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് സ്വന്തം തിന്നുന്നുണ്ട്. ഏറെക്കുറെ അതാണ് സത്യാവസ്ഥയെങ്കിൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കരുത്. ചിയേഴ്സ്. ഓപ്പൺ എയറിൽ ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അതാകുമ്പോൾ അടുത്തിരിക്കുന്ന ചായ വേറെ ആരും എടുത്ത് കുടിക്കത്തൊന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള സ്നാക്സ് നമുക്ക് തന്നെ തിന്നാം. അല്ല ഈ പൊന്നമ്പിളിനെ പോലെയൊക്കെ ഉള്ളവരാണ് അടുത്തുള്ളതെങ്കിൽ അവരുടെ ചായ കുടിക്കുന്നത് എൻ്റെ ചായൻ്റെ പകുതി അവിടെ എടുക്കും. അമ്പിളി മെനക്കെട്ട് മുഴുവൻ തള്ളുവാണല്ലോ. ഏറ്റു പോകാൻ വിളി നീ ഇതിന് നിൽക്കണ്ട. തള്ളുവല്ല, അത് താങ്ങുവാണ് വണ്ടി. അത് എൻ്റെ അമ്മയാണ് ഗൈസ്. പ്രകൃതിയുടെ ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ ആസ്വദിച്ച് ഒരാൾ ചായ കുടിച്ച് വരുന്നത് കണ്ടു ഗൈസ്. ഇതിനിപ്പോ ഇവിടെ ഫോൺ കൊടുക്കാതിരിക്കലായിരുന്നു. ഇത്രയ്ക്ക് ശോകമായിട്ടാണ് നീ വ്ളോഗ് എടുക്കുന്നതെന്ന് ഞാൻ ഓർത്തില്ല. അവിടെ നമ്മൾ സാഹിത്യം അല്ല രചിക്കുന്നത്. അതാണ് ഗൈസ് അവിടെ നിന്ന് ഇടയ്ക്ക് താങ്ങ് വരുന്നുണ്ട്. കാര്യാക്കണ്ട, എന്റെ സ്വന്തം അമ്മയാണ്. നിന്റെ വീഡിയോയിൽ വേണ്ടേ? മൗലിന്റെ വീഡിയോയിൽ വേണ്ടതാണ് മൗലി പറയുന്നത്. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കും. കുട്ടി ചെറിയൊരു സെലിബ്രിറ്റി ഒക്കെയാണ്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ 5000-ഓളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് നിങ്ങള്. സ്വപ്നത്തിൽ ഇങ്ങനെ കാണും. 5000 ഫോളോവേഴ്സ്. വേറൊരു പ്രൊഡക്റ്റ് ആണ് അത്. ഇവരാണ് മെയിൻ. അവളെ എസ്തെറ്റിക് എഫക്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ചാടി തുള്ളി പോകുന്നുണ്ട്. മറ്റേ കാവടി തുള്ളി പോകുന്ന പോലെയാണ് പോകുന്നത്. പോത്ത് പോലെ വളർന്നു, കല്യാണം ഉറപ്പിച്ചു. എന്നാൽ അതിൻ്റെതായ യാതൊരു ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ ഗൈസ്. ബുദ്ധിപരമായിട്ട് എൻ്റെ പൊന്നമ്പിളിക്ക് വളർച്ചയില്ല. ഗൈസ്, ഞങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു ആദ്യം. പിന്നെ വൈകുന്നേര സമയമൊക്കെ ആണല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു, വണ്ടി എടുത്തില്ല. ഇവളാണ് ഓടിച്ചത്. പോലീസ് വന്നു. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് എടുക്കാതെ വന്നത്. താഴത്തെ വീട്ടിൽ ഹെൽമെറ്റ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ പോലീസ് നിർത്തി ചോദിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താണ്, ഇവൾ ഓടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. നല്ല അണ്ണാച്ചി കോലമുണ്ടല്ലോ എന്നെ കാണാൻ. ഗൈസ്, ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു. അമ്പളിക്ക് ചിക്കൻ വാങ്ങണമെന്നാണ് പറഞ്ഞത്. ആവശ്യത്തിന് കോഴി അവളുടെ കയ്യിലുണ്ട്. അത് പോരാതെ അവർക്ക് വേറെ കോഴി വേണമെന്ന്. കോഴി കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. കോഴി കുഞ്ഞാണ്, അപ്പൊ പ്രശ്നമില്ല. ഇത് തള്ളക്കോഴി. നമ്മള് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങാൻ ഓർത്തിരുന്ന വന്നാണ്. പൊന്നമ്പിളി 4 പാട് നോക്കിയിട്ട് സ്കാനിങ് ചെയ്യുന്നുണ്ട്. അമ്പിളി നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? അമ്പിളി വേണ്ടെന്ന് പറയണേ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. പൈസ അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തയ്ക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് കോഴിമുട്ടയും ചിക്കനുമാണ് ഇവളുടെ പർച്ചേസ്. കൂടെ കേക്കും ഉണ്ട് കേട്ടോ ഗൈസ്, ഞങ്ങൾക്ക് ചായ കുടിക്കുമ്പം തിന്നാൻ വേണ്ടി. അതും വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. പൊന്നമ്പിളി ഭയങ്കര ഹാപ്പിയാണ്. അമ്പിളി ഒരു പരോപകാരം ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഓട്ടോ കാത്തിരുന്ന ചേച്ചിമാർ, അതായത് കുറച്ച് മുകളിലേക്ക് പോയിട്ട് വേണം ഓട്ടോ വിളിക്കാൻ. അമ്പിളി വണ്ടി എടുത്ത് അവിടെ പോയി ഓട്ടോ പറഞ്ഞ് അവർക്ക് കൊടുത്തു. അയ്യോ, അമ്പിളി ഇത്തിരി പൊന്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. താഴേക്ക് വരും. അപ്പം ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ പൊന്നമ്പിളി പോകും. ഇനി പൊന്നമ്പിളി അടുത്ത മാസമേ വരുള്ളൂ. അതുവരെ നമുക്ക് പൊന്നമ്പിളിനെ കാണാൻ പറ്റത്തില്ല. എന്തായാലും പറ പൊന്നമ്പിളി. എന്നെയല്ല അവക്ക് മിസ് ചെയ്യുന്നത്, അവക്ക് ഗൈസിനെയാണ് മിസ് ചെയ്യുന്നത്, കൂടെ തുള്ളത്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അയ്യോ, ഗുഡ് നൈറ്റ് അവളുടെ വകയുണ്ട്. പകൽ കാണുന്നവരാണെങ്കിലും രാത്രിയിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി ആ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.